വയലുകൾ നാമാവിശേഷമായി. കാരണം പിന്നെ വയലില്ല, വയലുണ്ട് നീളാ നിലത്തിൽ, പക്ഷേ കൃഷിയിടമില്ല, ആർക്കും കൃഷിയിടാൻ താല്പര്യമില്ല. അപ്പോൾ നമുക്ക് ഇത് കാണലും ഇതെടുക്കലും ഇത് റെക്കോർഡ് ചെയ്ത് വെക്കലും നിർബന്ധമായി. കാരണം ഭാവിയിൽ വരുന്ന നമ്മളെ മക്കളെ തന്നെ ഇത് കാണട്ടെ, ഇതറിയട്ടെ എന്നുള്ളൊരു ചിന്താഗതിയിൽ നീളാനീളത്തിലൂടെ വയലുണ്ട്, പക്ഷേ ആരും കൃഷി ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പം നമുക്കിതൊന്ന് കാണണം. പണ്ട് ചട്ടി ഉണ്ടായതല്ലേ, ചട്ടി ഉണ്ടായതല്ലേ പണ്ടിത്, ഇപ്പോൾ പാഞ്ഞായി. മണ്ണിൻ്റെ ചട്ടി ഉണ്ടായത് ഇപ്പോൾ പാഞ്ഞായി, ചെറുതായിട്ടൊരു ഡെവലപ്പായി. ഇതിൻ്റെ പേര് കൂവൽ എന്നാട്ടാ, കൂവൽ ഉണ്ടല്ലേ. അതിന് ബെനിഫിറ്റെല്ലാം കിട്ടുമോ ചേച്ചി? ഇങ്ങനെ പണിയെടുത്താലും ഇത് ഗുണം കിട്ടുമോ? അപ്പോൾ കൃഷിയോടൊരു ഇഷ്ടം അതന്നെ വേണ്ടെന്നില്ല, ഇപ്പം അങ്ങനെ കിട്ടുന്നൊന്നുമില്ല തന്നെയല്ലേ. വില കൂടിയതുകൊണ്ട്. അതെ. നീളത്തിൽ ചീര നട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ അതവിടെ പയറുണ്ട്. ഇത് താരാവിരിക്ക അങ്ങനെയുള്ള സാധനങ്ങൾ. ഏട്ടി ഇത് താരാവിരിക്കല്ലേ ഏട്ടി? ഇത് താരാവിരിക്കല്ലേ? വെണ്ടേക്ക അല്ലേ? ആ ഓക്കെ ഓക്കെ. കാഞ്ഞങ്ങാട് മാട്ടുമ്പൽ എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. പുതിയ തലമുറയോട് എന്ത് പറയുന്നത് ചേച്ചി? പുതിയ എല്ലാവരും ഇത് തുടരണം. അതന്നെയല്ലേ, ഇതെല്ലാം ഇറങ്ങിട്ട് കുറച്ചല്ലേ എല്ലാവരും പച്ചക്കറിയിൽ എല്ലാവരും ഇതൊന്ന് കാണണം കേട്ടോ, ഈ കൃഷിയിടങ്ങളെല്ലാം ഒന്ന് കാണണം, ഇറങ്ങണം. ഇത് വളം കൊടുക്കുന്നല്ലേ? അപ്പോൾ ഇത് മാർക്കറ്റിൽ കൊടുക്കും, കാഞ്ഞങ്ങാട് കൊടുക്കല. നല്ല നാടൻ ചീര, ഇത് വിഷാംശങ്ങളൊന്നും ഇല്ലാത്ത ചീര. കൃഷിയിലൊന്നും ഇല്ല കേട്ടോ, പണ്ടത്തെ ആൾ മാത്രം. മാത്രമേ ഇല്ലൂ, പുതിയ പിന്നെ ഫുൾ ടൈം ബിസി. പണ്ട് ഇത് ഫുൾ കൃഷിയായിരുന്നല്ലോ ഈ വയല്, ഫുള്ള് കൃഷി. ഇവിടുന്ന് മാട്ടുമെന്ന് മുതൽ അങ്ങ് അല്ലേ നീളാ നീളത്തിൽ കൃഷി, ചപ്പ് എന്തെല്ലാം കുറേ കൃഷി ഉണ്ടായില്ലേ? ചപ്പെല്ലാം ഉണ്ടായിരുന്നു ആണല്ലേ. ചപ്പൊന്നും ഇല്ലല്ലോ ഇപ്പോൾ, പോയില്ലേ. ഇപ്പം ഈ ചീരയും ഈ കക്കരിയായി അല്ലേ? കക്കരിയില്ല ഇപ്പോൾ. കാസർഗോഡ് ഭാഷയിൽ ഇത് കണ്ടെന്ന് പറയും. പിന്നെ സാഹിത്യമായി അല്ലേ? വയൽ ഇങ്ങനെ എന്തെല്ലാം. അപ്പോൾ കണ്ടത്തിൽ പോകുന്നതെന്ന് പറയില്ലേ, കണ്ടത്തിൽ പോകുന്നത് കൂവല്, വള്ളം കൂവല്, ഇതെല്ലാം നമ്മളെ പണ്ടത്തെ ലാംഗ്വേജ്. കുറേ മുസു അല്ലേ, കൂവല് മുസു, പടുമുസു, ഇങ്ങനത്തെ എല്ലാം പറയുന്ന കുറേ സാധനങ്ങളുണ്ടായിന്. ഇപ്പം ബ്രാലും എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ അങ്ങനെ സാധനങ്ങളായി. ബ്രാലൊന്നും ഇല്ലല്ലോ ഇപ്പോൾ. നിങ്ങളിവിടെ തന്നെ സ്ഥലം കേട്ടാ? പള്ളീൻ്റെ ബാക്കിൽ തന്നെ. ശരിയാ. ഇപ്പോൾ അക്കരമേലെ മോട്ടറായിട്ടില്ലല്ലോ ഫുള്ള്. ആടെ ഞാൻ ഇന്നലെ വെള്ളം ഒഴിക്കുന്ന കണ്ടിട്ട് മോട്ടറിൽ തന്നെ പൈപ്പിൽ വയ്ക്കുന്ന കൂവൽ നല്ല കോരിയിട്ട് ഒഴിക്കാൻ കുറേ പണിയുണ്ട് ഇപ്പോൾ അല്ലേ? ചോളം ഉണ്ടായിനല്ലോ പണ്ട്, ചോളം കണ്ടമാനം നടുലുണ്ടായിന്. അപ്പം തത്തിയും വരും, ആ സമയത്ത് കുറേ തത്ത വരും അല്ലേ? ആ സമയത്ത് തത്തനെ പിടിക്കുകയും ചെയ്യും. ഇപ്പം പിന്നെ പിടിക്കാൻ പറ്റില്ല. ഇതെന്ന് പറഞ്ഞാൽ ഈ കൂവലിൻ്റെ മുട്ടയിൽ ഓല വെക്കും, ഇത് തണൽ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ മുമ്പൊക്കെ ഈ മാടപ്രാവ് എന്നൊരു സാധനം ഉണ്ടല്ലോ, ഈ നെല്ലെല്ലാം നട്ടിട്ടാകുമ്പോൾ മാടപ്രാവിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് ഒളിച്ചിരിക്കല്. പ്രാവ് ആളെ കണ്ട പ്രാവ് ഇരിക്കില്ല. അപ്പം നമ്മളത് തണലാണിത്. ആ സമയത്ത് കൂവലിൻ്റെ മുട്ടയിൽ ഇരിക്കലെന്നാണ് എനിക്ക് പറയലുണ്ട്. നമ്മളെല്ലാവരും കൃഷി കാണുക, കൃഷിയിടം കാണുക. ഇത് കാണുമ്പോൾ കണ്ണിനൊരു സന്തോഷം, മനസ്സിനൊരു സമാധാനം. ഇന്ന് രാവിലെ എല്ലാം ഇറങ്ങുമ്പോൾ ഒരു ഇതന്നെ, ആ വെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ സൗണ്ടും അപ്പോൾ കാണാം.